അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി ഒരു സ്പീക്കർ എടുക്കാൻ പോകണം കേട്ടോ. പുതിയത് പറഞ്ഞ മേടിക്കണേ കേട്ടോ. അപ്പോൾ എന്നോട് ഫാദർ പറഞ്ഞത്, അപ്പോൾ ഫാദറിനോട് ചെല്ലാനാട്ടോ പറഞ്ഞത്. അപ്പോൾ ഞാൻ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചേട്ടൻ വേണ്ടെന്ന് പറഞ്ഞു. ചേട്ടൻ വേണ്ടെന്ന് പറഞ്ഞപ്പോൾ അമ്മയും വേണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങളിന്ന് എല്ലാവരും പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ സംഭവം എന്താണെന്ന് ഞാൻ പോകുന്ന വഴിക്ക് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഈ സാധനം ഇരിക്കുന്ന തൊടുപുഴയിലാട്ടോ. തൊടുപുഴ ഇവിടുത്തെ 28 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നമ്മൾ ബസ്സിനാട്ടോ പോണേ. ഇതെന്നെ സംഭവം എന്തത് ചേട്ടാ? ഇതെന്താ സംഭവം എന്തത്? ഇത് എത്ര രൂപ? അത് ചോദിച്ചു. ഇനി എത്ര രൂപ ചോദിച്ചേ? ഈ സാധനം കേട്ടോ 20 രൂപ. ഈ ചേട്ടനാട്ടോ 20 രൂപയ്ക്ക് ഇത് വെക്കണേ. ചേട്ടൻ തീറ് വെച്ച കേട്ടോ. ആദ്യം ഒരു നോട്ടീസ് കൊണ്ടേ തരും കേട്ടോ. അപ്പോൾ നമ്മൾ വായിച്ചു നോക്കാൻ വേണ്ടി കൈ പിടിക്കും കേട്ടോ. അത് കഴിഞ്ഞ് പുള്ളിയൊരു മാസികയും തരും കേട്ടോ. അപ്പോൾ നമ്മളിലേക്ക് അപ്പോൾ പുള്ളി 2 രൂപ എന്ന് പറയും. അപ്പോൾ 2 രൂപ എല്ലാം വെച്ചാൽ നമ്മൾ നോട്ടീസ് ചെയ്ത് വായിക്കാതെ വെച്ചാൽ കൈ പിടിക്കും കേട്ടോ. പിടിക്കുമ്പോൾ പുള്ളി എന്നാ ചോദിച്ചാൽ തീർച്ച കേട്ടോ. ഈ മറ്റേ 5 രൂപയുടെ ഇഞ്ചി മിഠായി വെക്കണ ഒരു ഈ സ്ട്രാറ്റജി ഉപയോഗിക്കില്ല കേട്ടോ. ഇങ്ങനൊരു പരിപാടി ഉണ്ടെങ്കിൽ പൊളി പരിപാടി കേട്ടോ. ഇത് ഈ സാധനം നമുക്ക് സെയിലിന് കൊണ്ടുവരാണ് 20 രൂപ എന്ന് പറയുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. പക്ഷെ പുള്ളിയുടെ സ്ട്രാറ്റജി പൊളി എന്ന് പറഞ്ഞാൽ വമ്പും പുള്ളിയുടെ. ഈ ചേട്ടന്മാരെല്ലാം മേടിച്ചു കേട്ടോ. മേടിക്കണം എല്ലാവരും. 2 രൂപ നമ്മൾ എന്നെ ചെയ്യണേന്ന് പറഞ്ഞാൽ 2 രൂപ നമ്മൾ എന്നെ ചെയ്യണേന്ന് പറഞ്ഞാൽ 2 രൂപ നമ്മൾ വെറുതെ കളയാൻ പൈസ ഇല്ലെന്ന് വെച്ചാൽ 2 രൂപ കഴിച്ചു. അപ്പോൾ 20 ചാട്ടോ പുള്ളി ഇവിടെ പുള്ളി പോയിട്ടോ. അക്രമം കിട്ടാം. മൂവാറ്റുപുഴ NH-യുടെ പണിയൊക്കെ കഴിഞ്ഞോട്ട് റോഡിനൊക്കെ നല്ല വീതിയായിട്ടോ. ആണ് ഇവിടെ വുഡ്ലാൻഡ്സ് കഴിഞ്ഞു കേട്ടോ. അത് കാണിക്കാൻ വേണ്ടിയാണ് വീഡിയോ എടുത്തത്. അപ്പോഴത്തേക്ക് റോഡിൻ്റെ ഇത് പറഞ്ഞത് ഇതാട്ടോ നമ്മുടെ സെൻട്രൽ മാൾ. ശരിക്കും നമ്മളുടെ പേര് സെൻട്രൽ മാളാണ്, സോറി ഗ്രാൻഡ് മാളാട്ടോ. ഇവിടെ അത് കോതങ്കലക്കാർക്കുള്ള ആകെയുള്ള ഒരേ ഒരു മാളാട്ടോ. അത് എവിടെ അത് കോതങ്കലക്കാർ മാളിൽ വരുന്നുണ്ടെങ്കിൽ ഇവിടെ മൂവാറ്റുപുഴ തന്നെ കേട്ടോ. കേട്ടോ സെൻട്രൽ മാള്. NH-യുടെ വർക്ക് ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. കേട്ടോ നിർമ്മല സ്കൂള്. നമ്മളിപ്പോൾ ഇനി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് കേട്ടോ പോയിക്കൊണ്ടിരിക്കണം. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നമ്മൾ തൊടുപുഴ ബസ്സിന് കയറി പോകും. അങ്ങനെ അപ്പോൾ തീരുമാനിച്ചേക്കണം എന്താവും നോക്കാം. ഇവിടെ ഒരു പഴയ തിയേറ്റർ ഉണ്ട് കേട്ടോ. ഈ ഇതിൻ്റെ പേരാണോ ലത. ഒരുപാട് വർഷം പഴക്കമുള്ള കേട്ടോ ഈ തിയേറ്റർ. എന്താട്ടോ ലത തിയേറ്റർ. EVM ഗ്രൂപ്പിൻ്റെ തന്നെയാണ്. EVM ഗ്രൂപ്പിൻ്റെ ഒരു 3 തിയേറ്റർ കോതങ്കലത്തുണ്ട് കേട്ടോ. ഇവിടെ മറ്റേ കാന്താര 2 ആട്ടോ ഓടിക്കൊണ്ടിരിക്കണേ. കേട്ടോ മൂവാറ്റുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, മൂവാറ്റുപുഴ ഈസ്റ്റ് ബസ് സ്റ്റാൻഡ് എന്നും പറയും. അപ്പം നമുക്ക് ഇനി ഇവിടുന്ന് തൊടുപുഴ ബസ്സിനാട്ടോ പോകണ്ടേ. ഇതെവിടെ തൊടുപുഴ ബസ് വരുന്നുണ്ടോ ചേട്ടനിറങ്ങാം. നല്ല തണലുണ്ട് കേട്ടോ.
ഒരു ലേഡി അനൗൺസ് ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ ആദ്യമായിട്ട് കേട്ടോ ഒരു സ്റ്റേഷൻ മാസ്റ്റർ ഒരു ലേഡിയായിട്ട് അനൗൺസ് ചെയ്യണേക്കണേ, അതും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ. അപ്പം നമ്മളുള്ളത് തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലാട്ടോ. ഈ മഹാറാണിയിൽ കേട്ടോ പോകട്ടെ. ഇവിടെ നിന്ന് റൈറ്റ് പോകണം. മൂവാറ്റുപുഴ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൻ്റെ ഫ്രണ്ടിലാട്ടോ നമ്മൾ. എത്രയാന്ന് വെച്ചിട്ട് അപ്പോൾ സംഭവം നമ്മൾ എടുത്തു കേട്ടോ. അഹൂജയുടെ 880 എന്ന് പറഞ്ഞൊരു സീരീസ് കേട്ടോ നമ്മളെടുത്തത്. അതിനകത്ത് വെച്ചൊരു അൺബോക്സിങ് വീഡിയോ ഒക്കെ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. പക്ഷേ അവർക്ക് അത്ര രസമായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ നമ്മളൊരു കാര്യം ചെയ്തു, വീഡിയോ എടുത്തില്ല കേട്ടോ. എന്നാൽ വീട്ടിൽ വന്നിട്ട് അൺബോക്സിങ് വീഡിയോ എന്ന് തോന്നാം. ഞാൻ ചോദിച്ചില്ല കേട്ടോ. ചോദിച്ചാലും ചിലപ്പോൾ സമ്മതിക്കുമായിരിക്കും. പക്ഷെ എനിക്ക് എന്തോ അവരുടെ മുഖം കണ്ടിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നി. അതുകൊണ്ട് അവിടെ വെച്ച് വീഡിയോ എടുത്തില്ല. അമ്മ വേണ്ട എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് ബസ് കയറി വന്നത് അവിടെ മഹാറാണി പോകാനാട്ടോ. ഇത് പുറകെ മഞ്ഞാട്ടോ അമ്മ എനിക്ക് എടുത്ത് തന്നിട്ട്. അമ്മ അങ്ങനെ അമ്മ 2 ഇത് എടുത്തു കേട്ടോ. സാരിയല്ലോ 2 ഇത് മേടിച്ചു കേട്ടോ. എന്നതാ എടുക്കണതാ? അത് എന്നാത് എവിടെ ടോക്കൺ കൗണ്ടർ അവിടെ കേട്ടോ. അപ്പോൾ വെറുതെ അപ്പം ഒരു ബോക്സ് എടുക്കാൻ വന്നാ കേട്ടോ. ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയാട്ടോ നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞേ. അപ്പോൾ ഒരു വെറൈറ്റി ആയിക്കോട്ടെ ബസ്സിന് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ വരണമെന്ന് പറഞ്ഞു, ചേട്ടൻ വരണമെന്ന് പറഞ്ഞു. ശരിക്കും ഇവരൊക്കെ വന്നത് ഇത് മേടിക്കാനാട്ടോ. ഫാദറിനെ കൊണ്ട് അതിൽ ഡ്രസ്സ് മേടിപ്പിച്ച് കുറേ സാധനങ്ങളൊക്കെ മേടിപ്പിച്ചു കേട്ടോ. ഞാനും എടുത്തു. അപ്പോൾ ഇനി കോതമംഗലത്തേക്ക് പോവാം കേട്ടോ. എന്നാൽ വൈകുന്നേരം നല്ല വെയിലും ഉണ്ട്. അതുപോലെ തന്നെ അപ്പോൾ ഇപ്പോൾ അടുത്ത പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫാദറിൻ്റെ ഫോൺ തന്നു കേട്ടോ. ഫാദർ അവിടെ മേടിച്ച് സാധനം കൊണ്ട് വെക്കും. ഇനിയിപ്പോൾ ഫാദറിൻ്റെ ഫോണിൽ നിന്ന് അമ്മ പൈസ അടിച്ച് വന്ന കളികളാട്ടെ കാണുന്നത്. അപ്പോൾ എന്തിനാ ഞാനും അപ്പനും സ്പീക്കർ മേടിച്ചോളാം പൊക്കോളാന്ന് പറഞ്ഞിട്ട് അമ്മ വന്നത് എന്തിനാ? അമ്മ വന്നപ്പോഴേ എനിക്കറിയാം എന്തോ ഊടായിപ്പെടുന്നത്. ഇപ്പോൾ പർച്ചേസ് ചെയ്യാൻ ഡ്രസ്സിന് വേണ്ടി ഇത്ര രൂപ എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റ് കൊടുത്തായിരുന്നു. അപ്പോൾ അത്ര രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ബാക്കി പൈസ അമ്മ ഗൂഗിൾ പേ ചെയ്ത് മാറ്റണേട്ടാണ്. ഞങ്ങളുടെ പേരിൽ ഗൂഗിൾ പേ ചെയ്താൽ കണ്ടുപിടിക്കുക. അപ്പോൾ അതെന്താ വഴി എന്നുള്ളത് കണ്ടുപിടിച്ച് ചേട്ടൻ ഹെൽപ്പ് ചെയ്യണം കേട്ടോ. കാരണം അതേ സാധനം കണ്ടോ, 1 2 3 4 5 അഞ്ചാമത്തെ റോയിൽ 1 2 3 ഷൂട്ട് കൊടുക്കുന്നു. ബ്ലാക്ക് ബ്രാൻഡ് എന്ന് അറിയില്ല. അത് നല്ല രസമുണ്ട്. അതുപോലെ തന്നെ മുകളിൽ 1 2 റോയിൽ 3 ഷൂസും നടക്കും. അത് ഗോദാവരത്തിൽ വന്നിട്ട് ഭക്ഷണം കഴിക്കാം. എനിക്ക് അതെ ഇവിടെ ഒരു ബേക്കറിയിൽ നിന്ന് ചായ കുടിച്ചിട്ട് തന്നെ 10 പൈസ കൂടുതലാണ് കേട്ടോ. നമുക്ക് പരിചയമില്ലാത്ത സ്ഥലത്ത് വന്ന് തന്നെ നമ്മൾ ചിലപ്പോൾ നല്ല കടകളിലായിരിക്കും കയറിയെന്ന് വരത്തില്ല. അപ്പോൾ ഏറ്റവും നല്ല പരിപാടി നമ്മുടെ ഹോം ടൗണിൽ ചെല്ലുക എന്നുള്ളതാണ്. തീരെ രസം കേട്ടോ. എപ്പോഴും കോതമംഗലത്ത് നിന്ന് തൊടുപുഴയ്ക്ക് ബസ്സുണ്ട് കേട്ടോ. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കോതമംഗലത്തിന് ബസ്സില്ല. ഇനി കോതമംഗലത്ത് എന്തൊക്കെ കാണാം കേട്ടോ. നല്ല പരിപാടി കഴിഞ്ഞു. ടിക്കറ്റ് എടുക്കണേനോ ഫാദറായിട്ട് പുറകെ നിന്നാണ് ടിക്കറ്റ് എടുക്കണേ. തൊടുവഴി നമ്മൾ മഞ്ഞ് പോകും. നല്ല മഴ വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ.
അപ്പം അങ്ങനെ നമ്മൾ ഓതങ്കലെത്തി കേട്ടോ. അപ്പോൾ ഈ വീട്ടിൽ ചെന്നിട്ടാണ് കേട്ടോ ഒന്ന് ചായ കുടിക്കണം, എന്നിട്ട് നേരെ പോകാം കേട്ടോ. ചായ കുടിക്കണം, പറ്റുന്നതിനെ കാണിച്ചു തരാം. അതിന് നേരെ